സരിൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പ വിളി ഒന്ന് കുറയ്ക്കുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാണ്ടിയുമ്മയെ ട്രോളുന്ന ആളുകളുണ്ട്. അവരോടുള്ള മറുപടി? ഞാൻ വീണ്ടും പറയും. പക്ഷെ നമ്മളിപ്പോ സംസാരിച്ച എത്ര വർഷം എന്റെ പിതാവിനെ പറ്റി ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ഫാദറിനെ ഓർക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. എന്റെ ജീവിതം ഉള്ളിടത്തോളം ഞാൻ അദ്ദേഹത്തെ ഓർക്കും. ഞാൻ ഇന്നലെ ഒരു ഭാസ്കര പിള്ള സർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിനായിട്ട് ഞാൻ നിലമ്പൂര് പോയിരുന്നു. ആ കുടുംബത്തിന്റെ സ്നേഹം കണ്ടപ്പോൾ എന്റെ കണ്ണ് തന്നെ നിറഞ്ഞു. അദ്ദേഹം മരിച്ചിട്ട് 1 വർഷമായി. അദ്ദേഹത്തിന്റെ മകന് ഓൾമോസ്റ്റ് ഒരു 60s. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുമായിരുന്നു. മാത്രമല്ല 62 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്കായിട്ട് അദ്ദേഹം ചെയ്യുകയാണ്. അങ്ങനെ നാടിനെ, കുടുംബത്തെയും വീടിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തം അച്ഛനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം അച്ഛനെ ഓർക്കത്തില്ലേ? ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കും, ഇനിയും ഓർക്കും. അതൊരു സംശയമില്ല. ചാണ്ടിയുമ്മൻ അപ്പ എന്ന് വിളിക്കുന്നതിനെ ആരെയാണ് ഇത്ര അസ്വസ്ഥരാക്കുന്നത്? ഇപ്പം അദ്ദേഹത്തിന്റെ പേര് കേട്ടാതെ അസ്വസ്ഥയുള്ള ആൾക്കാരാണല്ലോ. ഈ പറഞ്ഞ ആളുൾപ്പെടെ അദ്ദേഹത്തിന്റെ കല്ലറയിൽ ചെന്നിട്ടാണ് ഇടതുപക്ഷത്തോട്ട് പോയത്. അദ്ദേഹം വളരെ മാനസികമായി വിഷമിച്ചിട്ടാണ് ഇടതുപക്ഷത്തേക്ക് പോയത്. എനിക്കറിയാം, അദ്ദേഹത്തിന് താല്പര്യത്തിൽ പോയതല്ല. ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഉണ്ടായുള്ള വിഷമം കൊണ്ടാണ് അദ്ദേഹം പോയത്. ഞാനതിന്റെ കാരണങ്ങൾ പോകുന്നില്ല. പക്ഷെ അദ്ദേഹവും എന്റെ പിതാവിന്റെ കല്ലറയിൽ ചെന്നിട്ടാണ് പോയത്. ചിലപ്പോൾ അദ്ദേഹം വന്നിരിക്കുമെന്നും പറയുന്നുണ്ട്, എനിക്കറിയില്ല. വളരെ കഠിനമായ ഒരു കാലം. തന്ത ആരാണെന്നോ തന്ത എന്താണെന്നോ അറിയാത്ത ചില ആളുകള്, ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ മൂല്യമറിയാത്ത ചില ആളുകൾ അല്ലേ? അവർക്ക് മറ്റുള്ളവർ തങ്ങളുടെ പിതാവിനെ പറ്റി, തങ്ങളുടെ അച്ഛനെ പറ്റി ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. തീർത്തും രാഷ്ട്രീയമായിരിക്കണം, പൊതുപ്രവർത്തനമായിരിക്കണം. ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അയാളുടെ പിതാവാണെങ്കിലും ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു എല്ലാ അർത്ഥത്തിലും. ആ മനുഷ്യൻ ജീവിച്ചത് അത്രയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടിയായിരുന്നു അല്ലേ? അങ്ങനെയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന തൻ്റെ പിതാവിനെ അയാൾ സ്മരിക്കുക എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര അനൗചിത്യമുള്ളത്? അപ്പോൾ അത് കേൾക്കുമ്പോൾ പലർക്കും വല്ലാത്തൊരു അസ്വസ്ഥത. ആ കൂട്ടത്തിൽ അസ്വസ്ഥതപ്പെടുന്ന ഒരാളാണ് ഈ പി സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ് അല്ലേ? സരിൻ പാർട്ടി മാറി മറുകണ്ഠം ചാടിയത് തന്നെ ഒരു കസേരക്ക് വേണ്ടി മാത്രമായിരുന്നു, ഒരു അധികാര കസേരക്ക് വേണ്ടി മാത്രമായിരുന്നു സരിൻ മറുകണ്ഠം ചാടിയത്. അതല്ലാതെ സരിൻ രാഷ്ട്രീയപരമായിട്ടോ ആദർശപരമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ എന്തോ വലിയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുകണ്ഠം ചാടിയവനല്ല. 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ താനല്ല രാഹുൽ മാങ്കൂട്ടമാണ് അവിടെ UDF സ്ഥാനാർത്ഥി എന്നറിഞ്ഞ നിമിഷം മറുകണ്ഠം ചാടി വാർത്താ സമ്മേളനം നടത്തി വി.ഡി. സതീശനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തെറി വിളിച്ച്, ആ തെറിവിളി ഒന്നുകൊണ്ട് മാത്രം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ച സരിൻ. CPMനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ട് സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയായിരുന്നു. അത് ഈ 2026 തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു. പാലക്കാട് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലാതെ NMR റസാഖ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതും നമ്മൾ കണ്ടു. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം സതീശനെ തെറി വിളിക്കുന്ന, ഷാഫി പറമ്പിലിനെ തെറി വിളിക്കുന്ന ആരെയെങ്കിലും കിട്ടിയാൽ അവരെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളതായിരുന്നു CPMന്റെ നിലപാട്. അപ്പോഴാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വേണമെന്ന് വിചാരിച്ച് മനസ്സറിഞ്ഞ് പാർട്ടി മാറിയതല്ല സരിൻ എന്ന് ചാണ്ടിയുമ്മൻ പറയുമ്പോൾ, ഈ സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ് കസേരകൾക്ക് വേണ്ടി തന്നെയാണ്, അധികാരത്തിന് വേണ്ടി തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ വന്ന് കയറിയതും. ആ പ്രസ്ഥാനത്തിൽ വന്ന് കയറുമ്പോൾ സരിന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസോ അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന അധികാരങ്ങളോ ജോലിയോ കസേരയോ ഒക്കെ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന, അങ്ങനെയാണല്ലോ
ഇപ്പം എത്ര വലിയ IAS ഉദ്യോഗസ്ഥനാണെങ്കിലും നമ്മുടെ രാജ്യത്ത് ഈ രാഷ്ട്രീയക്കാർ കൈയാളുന്ന അധികാര കസേരകൾക്ക് താഴെയാണ്. അപ്പോൾ അത്തരത്തിൽ വെറും ഒരു സിവിൽ സർവൻ്റ് ആയിട്ട് മാത്രം നിൽക്കേണ്ട വ്യക്തിയല്ല, തനിക്ക് അതിനേക്കാൾ വലിയ കസേര, അതുക്ക് മുകളിലുള്ള കസേര അത് വേണമെന്ന് കരുതിയിട്ടാണ് കോൺഗ്രസിൽ വന്നു കയറിയത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ആ വ്യക്തിയെ വിജയിപ്പിക്കാൻ ഷാഫി പറമ്പിൽ മുന്നിലുണ്ടാകും എന്നുള്ളത് കൊണ്ട്, വിജയം ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടും അവിടെ ഒരു എം എൽ എ ആകുമെന്ന് ഈ പൊളിറ്റിക്കൽ പിമ്പ് അതിയായി ആഗ്രഹിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. അത് പാലക്കാട്ട് നിന്ന് വണ്ടി കയറി ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി UDFിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പൊളിറ്റിക്കൽ പിമ്പ് അന്ന് കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും, തനിക്ക് മത്സരിക്കാൻ കഴിയണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലേ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് പോലും ഇന്ദിരാഭവനിലും കോൺഗ്രസ് ആഫീസിലും UDF കോൺഗ്രസ് നേതാക്കന്മാരുടെ ആഫീസുകളിലും കയറിയിറങ്ങിയ സരിൻ രാഹുൽ മാങ്കൂട്ടമാണ് സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മറുകണ്ഠം ചാടുന്ന കാഴ്ച നമ്മൾ കണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവൻ ഒരു പൊളിറ്റിക്കൽ പിമ്പാണ് എന്ന് മാത്രമല്ല, അധികാരം, കസേര അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ മാത്രം ആഗ്രഹിച്ച് കോൺഗ്രസിലേക്ക് വന്നു കയറിയതാ. അത് അവിടെ നിന്ന് തനിക്ക് ലഭിക്കില്ല എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഷുവറായിട്ടുള്ള ഒരു സീറ്റ്, ഒരു കസേര തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ മറുകണ്ഠം ചാടിയവനാ. അപ്പോൾ CPMലേക്ക് ചെന്ന് കയറാൻ സരിന് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നില്ല, ആദർശങ്ങൾ ഉണ്ടായിരുന്നില്ല, നിലപാടുകൾ ഉണ്ടായിരുന്നില്ല. ലക്ഷ്യം കസേര മാത്രമായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് വിവിധ പാർട്ടികളിൽ. ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള, CPMകാരനായിട്ടുള്ള, BJPക്കാരനായിട്ടുള്ള, അങ്ങനെ പല ആളുകളുമുണ്ട്. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും അപക്വമായിട്ട് രാഷ്ട്രീയ മര്യാദയില്ലാതെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാത്ത രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും, അപൂർവങ്ങളിൽ അപൂർവം. അത്തരം അപൂർവം ആളുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ഈ സരിൻ എന്ന് പറയുന്നത്. വെല്ലുവിളി, അവകാശവാദങ്ങൾ, വീരവാദങ്ങൾ, അധിക്ഷേപങ്ങൾ ഇതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വെറും എന്താ പറയേണ്ടത്, വിടുവായിത്തം പറയുക എന്നുള്ളത് മാത്രമാണ് ഇവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ ഇവനെ മത്സരിപ്പിച്ചതാണ് UDF ഒറ്റപ്പാലത്ത്. പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവനെ മത്സരിപ്പിച്ച് ഇവനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ കാരണം കൊണ്ടും മാത്രം കേരളത്തിൽ ഭരണത്തിലെത്താൻ കഴിയാതെ തോറ്റു തുന്നം പാറി UDF. പിണറായി വിജയൻ 2ാമതും അധികാരത്തിൽ വന്നു അല്ലേ? 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞ് മറുകണ്ഠം ചാടിയവൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എവിടെയും മത്സരിപ്പിച്ചില്ല അല്ലേ? കാരണം എന്താ? കാരണം പിണറായി വിജയന് തന്നെ നല്ല ബോധ്യങ്ങളുണ്ടായിരുന്നു. ഇവൻ എവിടെ മത്സരിച്ചാലും തോക്കും. അത് ഏത് മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചാലും തോക്കും. ഇവനൊരു കണ്ടക ശനിയാണ് എന്നുള്ളത് പിണറായി വിജയന് ബോധ്യമുണ്ടായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മാച്ചായിരുന്നു. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ 10-65ഓളം സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിച്ചത്. ഒരാൾ പോലും, വളരെ 1, 2, 3 അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് വിജയിച്ചത്. അതിൻ്റെ മെജോറിറ്റിയും തോറ്റു തുന്നം പാറി. പിണറായി വിജയൻ അവരെങ്കിലും വിജയിക്കുമെന്നുണ്ടായിരുന്നു. കാരണം 65 ആൾ വിജയിച്ചാൽ ഏകദേശം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്ന് പിണറായി വിജയൻ അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സിറ്റിംഗ് MLAമാരെ വെച്ചുകൊണ്ട് തന്നെ കളിച്ചത്, ആരെയും മാറ്റാതെ. എന്നിട്ടും 8 നിലയിൽ പൊട്ടി. കാരണം എന്താ? കാരണം ഈ പൊളിറ്റിക്കൽ പിമ്പ് അവരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ ഇവൻ കാലാകാലങ്ങളിൽ മറുകണ്ഠം ചാടിയതും
ചെന്ന് കയറിയതുമൊക്കെ കസേരകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകൾ, അതാണ് ഇവനിക്കിപ്പോൾ ചാണ്ടി ഉമ്മൻ തൻ്റെ പിതാവിനെ സ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയുമ്പോൾ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വാചാലിലാകുമ്പോൾ ഇവനിക്ക് കുരുപൊട്ടുന്നത് മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ഇവൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ എവിടെ കയറി ചെന്നാലും ഇവനിക്ക് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ ആശയമില്ല, ഒന്നുമില്ല. വെറുതെ അധിക്ഷേപങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക, വിടുവായിത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, വെല്ലുവിളികളും വീരവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം എന്താ പറയേണ്ടത് ഒരു സ്വഭാവമാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവൻ CPM-ൻ്റെ സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു, രാഹുൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പൊട്ടിയിലായി, വോട്ട് വെട്ടിയിലായി, എല്ലാം കഴിഞ്ഞു. എണ്ണുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് പോലും ഇവൻ്റെ ഒരു കൂട്ടലും കുറക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ നമ്മൾ കണ്ടതാ. അത് ഈ 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നമ്മൾ കണ്ടു ഇവൻ്റെ കൂട്ടലും ഗുണിക്കലും. എന്തെങ്കിലും യാഥാർത്ഥ്യവുമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്യത, ഒരു അടുപ്പം, എന്തെങ്കിലും ഒരു ബന്ധം ഇവൻ്റെ കണക്കുകൂട്ടലുകളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്? അത് കാണാൻ കഴിയാത്തത് കൃത്യമായിട്ട് ജനങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. ഇവൻ ഇപ്പോഴും ലക്ഷ്യം വെക്കുന്നത്, സരീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല വിഷമമുണ്ട്. കാരണം ഒഴിവാക്കിയത് സിവിൽ സർവീസ് മേഖലയാണ്. അത് ഒഴിവാക്കിയിട്ട് വന്നിട്ട് ഒന്നുമാകാൻ കഴിയാതെ പോയതിൻ്റെ വിഷമം അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിടുവായിത്തങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളതാണ്.